മുസ്ലിം ലീഗിന്റെ സാധാരണ മെമ്പർമാർ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ നേതാവും മുൻ മന്ത്രിയുമായ അബ്ദുറബ്ബ് അടക്കം അഫ്സൽ പാണക്കാടിനെതിരെ പോഷിട്ടു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇപ്പൊ നിങ്ങൾ നോക്ക് കൃത്യമായി പുറത്തു വന്നു. ഞാൻ കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഞാൻ വളരെ കരുതലോടുകൂടിയാണ് പറയുന്നത്. ഇതേ കുടുംബത്തിലെ മറ്റൊരംഗത്തിന്റെ വീഡിയോയും നഗ്നചിത്രങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. അത് ഇതേ മുഹമ്മദ് റോഷൻ തന്നെയാണ് പുറത്ത് വിട്ടത് എന്നിപ്പോ പറഞ്ഞു കേൾക്കുന്നു. ഒരു രൂപത്തിലും ആ കുടുംബത്തെ അപമാനിക്കണമെന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ കാണിക്കേണ്ടുന്ന ഒരു മാന്യത ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന്റെ കൃത്യത അറിയുമ്പോൾ ഈ സമൂഹത്തിനോട് പറയണ്ടേ, ഈ വിവാദം ഉണ്ടായപ്പോൾ പറയണ്ടേ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു അതുകൊണ്ട് ഇന്ന ആളായിരിക്കും എന്ന് പറയണ്ടേ. പ്രിയപ്പെട്ടവരെ, ഓർക്കുന്നോ നിങ്ങൾ നാഥാപുരത്തെ തെരുവമ്പറമ്പിലെ നബീസുവിനെ നിസ്കാരപ്പായലിട്ട് ഡിവൈഎഫ്ഐക്കാരൻ ബലാത്സംഗം ചെയ്തു എന്ന കള്ളപ്രചരണം നടത്തി ആ ഡിവൈഎഫ്ഐക്കാരനെ വെട്ടിക്കൊന്നത് ഇതേ മുസ്ലിം ലീഗും UDF ആണ്. കോഴിക്കോട് കടപ്പുറത്ത് സോണിയാഗാന്ധി അടക്കം പങ്കെടുത്ത ചടങ്ങിൽ ആ പെണ്ണിന്റെ മാനത്തിന് 1 ലക്ഷം രൂപ വിലയിട്ട് പാണക്കാട് തങ്ങൾ ഇനി ഒരു പെണ്ണിനും ഈ ഗതി വരരുത് എന്ന് പറഞ്ഞ് ഒറ്റ ബലാത്സംഗ കേസിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറിയ ലീഗ്, അത് കഴിഞ്ഞ് ആ ഒരു നിരപരാധിയെ വെട്ടിക്കൊന്ന ലീഗ്, അവസാനം ചന്ദ്രിക പത്രത്തിലടക്കം അങ്ങനെ ബലാത്സംഗം നടന്നിട്ടില്ല എന്ന വാർത്ത കൊടുക്കേണ്ടി വന്നു. ആ സ്ത്രീ തന്നെ നേരിട്ട് എന്ന് പറഞ്ഞു. ലീഗ് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ കളി കളിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനാധിപത്യ വിശ്വാസികളെ, ജാഗ്രതയോടെ ഇരിക്കുക. ഇനിയും ദിവസങ്ങൾ വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ഇത്തരം കള്ളക്കഥകൾ പുറത്തു വരും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് ദിവസം കേരള രാഷ്ട്രീയം വല്ലാത്തൊരു വിവാദത്തിന്റെ പിറകെ പോയി. മറ്റൊന്നുമല്ല, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ഒരു ചിത്രം പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വിവാദമുണ്ടായിരുന്നത്. ആ ചിത്രം ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഉണ്ടാക്കിയതാണ് എന്നുള്ള നിലക്ക് ഇടതുപക്ഷത്തിന്റെ ആളുകളുടെ നേരെ വളരെ ശക്തമായ ആരോപണം മറുഭാഗം ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനെ അപലപിക്കുകയും ഇത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു. ഞാൻ തന്നെ ഓർക്കുന്നു, ഞാൻ സകല സഖാക്കളോടും ജാഗ്രത പാലിക്കണം, ഇതിലാരും വീണു പോകരുത് എന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി രാഷ്ട്രീയമായി നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ രീതിയിലുള്ള ഒരു കടന്നാക്രമണത്തിന് ഒരിക്കലും ഇടതുപക്ഷം തയ്യാറാകരുത് എന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. പക്ഷേ നിങ്ങൾ ഓർക്കുന്നോ, ഇടതുപക്ഷത്തിന്റെ നേരെ വിരൽ ചൂണ്ടി എന്ന് മാത്രമല്ല, അഫ്സൽ പാണക്കാട് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ നവമാധ്യമത്തിന്റെ ഉഗ്രനായ പോരാളി, ആ പോരാളി അഫ്സൽ പാണക്കാട് ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ട്, അയാൾ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. അഫ്സൽ പാണക്കാടിന്റെ ബന്ധം KT ജലീലുമായിട്ടാണെന്ന് പറഞ്ഞു. അഫ്സൽ പാണക്കാടിനെയും KT ജലീലിനെയും വേട്ടയാടി അഫ്സൽ പാണക്കാടിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, നിന്നെ കിട്ടുന്നിടത്ത് വെച്ച് അടിക്കുമെന്ന് പറഞ്ഞു, ജോലി കളയാൻ വേണ്ടി ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വിനീതൻ അതിനെതിരെ പ്രതികരിച്ച എനിക്ക് പോലും എന്റെ മാതാപിതാക്കളെ അടക്കം മുസ്ലിം ലീഗിന്റെ ആളുകൾ വന്ന് എന്റെ പോസ്റ്റിനടിയിൽ ഇതേ വിഷയത്തിന്റെ പേരിൽ പൂരത്തെറി പറഞ്ഞുപോയി. അതുകൊണ്ട് ഇപ്പൊ നോക്ക്, പടച്ച തമ്പുരാനിത അതിന്റെ സത്യം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ബഹുമാന്യനായ പാണക്കാട് മുഹീൻ അലി തങ്ങൾ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ FIR നമ്പർ 326 ഇന്നലെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. എന്താ പരാതിയിൽ പറയുന്നത്? കഴിഞ്ഞ ജനുവരി മാസം 31-ാം തീയതി കാപ്പ കേസിലെ പ്രതിയായ പെരിന്തൽമണ്ണക്കാരൻ മുഹമ്മദ് റോഷൻ മുഹീൻ അലി തങ്ങളെ പാണക്കാട് ഒരു മാളിലേക്ക് വിളിച്ചിരുന്നെന്നും ആ മാളിൽ വെച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നഗ്നമായ ചിത്രങ്ങളും വീഡിയോ ഉണ്ടെന്നും 15 കോടി രൂപ തരാതിരുന്നാൽ ഞങ്ങൾ അത് പുറത്തിറക്കും എന്ന് ഭീഷണിപ്പെടുത്തി. അത് കഴിഞ്ഞ് ഇതാണ് പറയുന്നത്, ഭീഷണിപ്പെടുത്തി എന്നാണ് പോലീസ് സ്റ്റേഷനിലെ പരാതിയിൽ പറയുന്നത്. ഇപ്പൊ ആ ചിത്രം പുറത്തു വന്നിരിക്കുന്നു. നിങ്ങൾ നോക്ക്, ഈ ചിത്രം പുറത്തു വന്നപ്പോൾ ആരുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിച്ചത്? കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിൽ, അഫ്സൽ പാണക്കാടിന്റെ തലയിൽ. ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനിതറിയില്ല, ഞാനിത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അയാളുടെ നേരെ കൊലവിളി നടത്തിയ ആളുകൾ അയാളോട് പരസ്യമായി മാപ്പ് പറയണം. എന്തേ ഞാൻ അങ്ങനെ പറയാൻ? മുസ്ലിം ലീഗിന്റെ സാധാരണ മെമ്പർമാർ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ നേതാവും മുൻ മന്ത്രിയുമായ അബ്ദുറബ്ബ് അടക്കം അഫ്സൽ പാണക്കാടിനെതിരെ പോഷിട്ടു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇപ്പൊ നിങ്ങൾ നോക്ക് കൃത്യമായി പുറത്തു വന്നു. ഞാൻ കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഞാൻ വളരെ കരുതലോടുകൂടിയാണ് പറയുന്നത്. ഇതേ കുടുംബത്തിലെ മറ്റൊരംഗത്തിന്റെ വീഡിയോയും നഗ്നചിത്രങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. അത് ഇതേ മുഹമ്മദ് റോഷൻ തന്നെയാണ് പുറത്ത് വിട്ടത് എന്നിപ്പോ പറഞ്ഞു കേൾക്കുന്നു. അത് ഇപ്പോഴും പല ആളുകളുടെ കയ്യിലുണ്ട്, സോഷ്യൽ മീഡിയയിൽ പല സമയത്ത് വന്നതാണ്. അത് നിഷേധിക്കപ്പെട്ടിട്ടില്ല, അത് മോർഫ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടില്ല, അത് AI ആണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കും ഒരുപക്ഷെ മുഹീൻ അലി തങ്ങളുടെ മുമ്പിലും ഈ ഭീഷണി വന്നപ്പോ അവര് പരാതിപ്പെടാതിരുന്ന് എന്നെനിക്ക് അറിഞ്ഞൂടാ. അത് അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഞാൻ അതിൽ ഇടപെടുന്നില്ല, ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല. ഒരു രൂപത്തിലും ആ കുടുംബത്തെ അപമാനിക്കണമെന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ കാണിക്കേണ്ടുന്ന ഒരു മാന്യത ഉണ്ടായിരുന്നു. ഈ സംഭവത്തിന്റെ കൃത്യത അറിയുമ്പോൾ ഈ സമൂഹത്തിനോട് പറയണ്ടേ, ഈ വിവാദം ഉണ്ടായപ്പോൾ പറയണ്ടേ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു അതുകൊണ്ട് ഇന്ന ആളായിരിക്കും എന്ന് പറയണ്ടേ. പ്രിയപ്പെട്ടവരെ, ഓർക്കുന്നോ നിങ്ങൾ നാഥാപുരത്തെ തെരുവമ്പറമ്പിലെ നബീസുവിനെ നിസ്കാരപ്പായലിട്ട്
ഡിവൈഎഫ്ഐക്കാരൻ ബലാത്സംഗം ചെയ്തു എന്ന് കള്ളപ്രചരണം നടത്തി ആ ഡിവൈഎഫ്ഐക്കാരനെ വെട്ടിക്കൊന്നത് ഇതേ മുസ്ലിം ലീഗും UDF ആണ്. കോഴിക്കോട് കടപ്പുറത്ത് സോണിയാഗാന്ധി അടക്കം പങ്കെടുത്ത ചടങ്ങിൽ ആ പെണ്ണിന്റെ മാനത്തിന് 1 ലക്ഷം രൂപ വിലയിട്ട് പാണക്കാട് തങ്ങൾ ഇനി ഒരു പെണ്ണിനും ഈ ഗതി വരരുത് എന്ന് പറഞ്ഞ് ഒറ്റ ബലാത്സംഗ കേസിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറിയ ലീഗ്, അത് കഴിഞ്ഞ് ആ ഒരു നിരപരാധിയെ വെട്ടിക്കൊന്ന ലീഗ്, അവസാനം ചന്ദ്രിക പത്രത്തിലടക്കം അങ്ങനെ ബലാത്സംഗം നടന്നിട്ടില്ല എന്ന വാർത്ത കൊടുക്കേണ്ടി വന്നു. ആ സ്ത്രീ തന്നെ നേരിട്ട് എന്ന് പറഞ്ഞു ലീഗ് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ കളി കളിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനാധിപത്യ വിശ്വാസികളെ, ജാഗ്രതയോടെ ഇരിക്കുക. ഇനിയും ദിവസങ്ങൾ വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ഇത്തരം കള്ളക്കഥകൾ പുറത്തു വരും. എന്തായിരുന്നാലും ഒരു സാമുദായിക കലാപവും വർഗീയ കലാപത്തിനും വരെ ഇടയാക്കാവുന്ന ഒരു വലിയ ദുരന്തം ഇന്നലെ പരാതി കൊടുത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾ ഈ വിഷയത്തിന്റെ പേരിൽ ആളി കത്തിക്കാൻ ശ്രമിച്ച ലീഗിന്റെ നേതൃത്വവും പരസ്യമായി ഈ സമൂഹത്തോട് മാപ്പ് പറയണം. പ്രത്യേകിച്ചും അഫ്സൽ പാണക്കാടിനോട് മാപ്പ് പറയണം. ആവർത്തിക്കുന്നു, ഇതുപോലെയുള്ള നെറികെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് എന്തും ഉപയോഗിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് UDF പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജാഗരൂകരായിരിക്കുക. ഒരു തീപ്പരി മതി വർഗീയതൊക്കെ ആളിക്കത്തിക്കാൻ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ, നാദാപുരത്തെ അനുഭവമടക്കം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വിനയ പരിശ്രമം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.